അപ്പോൾ ഇന്ന് 12/01/2023 നടന്ന GD കോൺസ്റ്റബിളിൻ്റെ ഷിഫ്റ്റ് 3 ചെയ്യാൻ പോകുന്നത്. മാത്സിൻ്റെ എല്ലാ പ്രോബ്ലവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ റേഷ്യോയുടെ തേർഡ് പ്രപ്പോർഷൻ ഈസ് ഈ റേഷ്യോയുടെ ഫോർത്ത് പ്രപ്പോർഷൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തേർഡ് പ്രപ്പോർഷൻ്റെ ഫോർമുല B²/A ആണ്. അപ്പോൾ ഈ റേഷ്യോയുടെ തേർഡ് പ്രപ്പോർഷൻ എടുക്കുമ്പോൾ വരുന്നത് 12 × 12/5 എന്ന് വരും. ഇവിടുത്തെ ഫോർത്ത് പ്രപ്പോർഷൻ എത്രയാണ് അതെന്ന് പറയുമ്പം അതായത് 8 × 9/5 വരും ഫോർത്ത് പ്രപ്പോർഷൻ. ഇവർ തമ്മിലുള്ള റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 12 × 12/5 ഈസ് 8 × 9/5 വരും. ഇവിടെ 5 5 വെട്ടിപ്പോയി. ഇവിടെ 6 4 2 3 6 2 2 വെട്ടിപ്പോയി. 6 2 1. അപ്പം 2:1 ആണ് ആൻസർ വരുന്നത്. 2:1 ഓപ്ഷൻ എ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഫോർത്ത് പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫോർത്ത് പ്രപ്പോർഷൻ കാണാൻ എന്ത് ചെയ്യണ്ടേ, ഇവിടെ ഒരു എക്സ് ഉണ്ടെന്ന് കൂട്ടിക്കോളുക. അപ്പം ഈ പുറത്തെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഈക്വൽ ടു അകത്തെ 2 നമ്പർ. അപ്പം 3x എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് വരും, 12 × 14 എന്ന് വരും. എക്സ് ഈക്വൽ ടു 12 × 14/3 വരും. ഇത് രണ്ടും കൂടെ വെട്ടിപ്പോയി കഴിയുമ്പോൾ എത്രയാണ്, 3 4 12 വരും. 14 × 4 ചെയ്യുമ്പോൾ എത്രയാണ്, 56 വരും. അതാണ് ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സമ്മ് എത്ര രൂപ, 500 രൂപ 2 വർഷത്തേക്ക് ആണെങ്കിൽ 1 രൂപ 25 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഡിഫറൻസ് ഓഫ് CI - SI എന്ന് പറയുന്നത് P × R/100/N ആണ്. അതായത് P എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ 500 രൂപ. അതുപോലെ R നമുക്ക് തന്നിട്ടില്ല, R/100/2 വർഷത്തേക്ക്. അപ്പം 2. അപ്പം ഇതെങ്ങനെ 500 × R/100 × R/100 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര രൂപ, 1.25 രൂപ, 1 രൂപ 25 പൈസ. ഇനി ഇതിനകത്ത് നിന്ന് R കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 സൈഡിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ 125 ആയി. അതേസമയം ഇവിടെ ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0 0 വെട്ടിപ്പോയി, പിന്നെ 0 0 വെട്ടിപ്പോയി. ഇവിടെ 5 125 കൂടെ വെട്ടിപ്പോയി. 25 എന്ന് വരും. അപ്പം R² എന്ന് പറയുന്നത് എത്രയാണ്, 25 വരും. ആറിൻ്റെ വാല്യൂ 5 എന്ന് വരും. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻസർ എത്രയാണ്, 6 വരും. അപ്പം ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ വിൽക്കുമ്പോൾ 12% കുറവ് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അയാൾ 35% പ്രോഫിറ്റും കോസ്റ്റ് പ്രൈസിൽ ഏൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ 1 കിലോയ്ക്ക് 1 രൂപയാണ് എടുത്തോളുക. അപ്പം 100 രൂപയുടെ സാധനം 12% കുറച്ച് അയാൾ എത്രയാണ്, 88 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയല്ല, 100 രൂപയുടെ സാധനം എന്ന് പറയും, പക്ഷേ 88 രൂപയുടെ സാധനം അയാൾ കൊടുക്കുന്നുള്ളൂ. പുള്ളി എല്ലാവർക്കും പറയുന്നത് 100 രൂപയുടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, പക്ഷേ ഫാൾസ് വെയിറ്റ് ഉപയോഗിച്ചിട്ട് 88 രൂപയുടെ സാധനം കൊടുക്കുന്നുള്ളൂ. അതേസമയം 100 രൂപയുടെ ഈ സാധനം വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നത്, 32% ലാഭം കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം 132 രൂപയാണ് അയാൾ കടയിൽ സാധനം വാങ്ങാൻ വരുന്നവരുടെ വാങ്ങുന്നത്. ഇവിടെ നോക്കുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്,
88 രൂപയുടെ സാധനം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ, 132 അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം 44 രൂപ അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. എത്രയിൽ? 88 രൂപയിൽ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 44 ഇരട്ടിയാണ് 88. അപ്പം എന്താണ് 1/2 വരും. 50% അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 3. അപ്പം എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ബെഡ് എന്ന് പറയുന്നത് 42,000 രൂപയാണ്. അതുപോലെ കസ്റ്റമറിന് എന്താണ് എക്സ്ട്രാ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടി. എത്ര രൂപയുടെ? 1000 രൂപയുടെ. അതുപോലെ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടി, പ്രോമിസിങ് ഡിസ്കൗണ്ട് ഓഫ് 5% to 10%. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലീസ്റ്റ് ആൻഡ് മാക്സിമം സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ബെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്രയാണ്? 42,000 രൂപയാണ്. അതിനകത്ത് 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടി, ക്യാഷ് ഡിസ്കൗണ്ടാണ്. അപ്പോൾ ബാക്കി 41,000 രൂപയേ ഉള്ളൂ. ഇനി മാക്സിമം മിനിമം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാക്സിമം എന്ന് പറയുന്നത് എത്ര കിട്ടും? 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം 41,000-ൻ്റെ 10% എടുക്കുമ്പം എത്രയാണ്? 4,100. ഈ മിനിമം എത്രയാണ്? മിനിമം എന്ന് പറയുന്നത് 5% ഡിസ്കൗണ്ടാണ്. അതായത് 41,000-ൻ്റെ 5/100 ഇത് വെട്ടിപ്പോയിട്ട് 410 × 5 ചെയ്യുമ്പം ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 20, 50. അപ്പം ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ 20, 50 വരും. അതാണ് ഉത്തരം. ഇനി ഇതെല്ലാം എന്താണ്? ഒറ്റ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. അതെന്താ? അതായത് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 90% ആണുള്ളത്. അതുപോലെ 5% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 95% അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 5%. ഈ 5% എടുത്താൽ മതി. അതായത് 41,000-ൻ്റെ 5%. അത് വെട്ടിപ്പോയി 410 × 5 ചെയ്യുമ്പോൾ 20, 50 എന്ന് കിട്ടും. ഇതാണ് ആൻസർ വരുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ആർട്ടിക്കിൾ 1200 മാർക്ക് ചെയ്തു. അതിനുശേഷം 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തു. അതിലൊരെണ്ണം 10%. പിന്നെ എത്രയോ 1% ഡിസ്കൗണ്ട് കൊടുത്തു, അത് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ കസ്റ്റമർ പേയ്സ് എത്രയാണ്? 972 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത് കൊടുത്ത സക്സസീവ് ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1200 രൂപയ്ക്ക് ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. അവിടെ 0 കട്ട് ചെയ്ത് പോയി 120 രൂപ കുറഞ്ഞ് കിട്ടും. അപ്പം 1200 ഈ 120 കുറയുമ്പോൾ എത്ര രൂപ കിട്ടും? 1100 1100 20 പോയാൽ 1080 കിട്ടുന്നത്. അപ്പോൾ 1080-ൻ്റെ എത്ര ഒരു ശതമാനം എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 972 വരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 108ഉം 972 കൂടെ വെട്ടിപ്പോവും. ഇത് 108 × 9 ചെയ്യുമ്പോഴാണ് 972 വരുന്നത്. അപ്പം എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 90 എന്ന് കിട്ടും. എന്താ 1080-ൻ്റെ അതായത് 1080-ൻ്റെ 90% എന്ത്? 972 വരുന്നത്. അപ്പം കൊടുത്ത ഓഫർ എത്രയാണ്? ഈ 100 - 90 ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തത്. രണ്ടാമത് കൊടുത്ത 10% ഡിസ്കൗണ്ടാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്താ ഇവിടെ 7ാമത്തെ ചോദ്യം കേട്ടോ, 15ാമത്തെ ചോദ്യമല്ല. അപ്പം ഇവിടെ ഒരു ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. പുള്ളി 25% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എവിടെ? പ്രൈസിലല്ല, അതായത് വെയ്റ്റിലാണ് പുള്ളി കുറവ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 kg വെയ്റ്റിന് പകരം പുള്ളി എത്ര വെയിറ്റ് ഉപയോഗിക്കുന്നത് ചോദിച്ചേക്കുന്നു. അപ്പം ഇവിടെ 25% എന്നുള്ള നമ്മൾ ഫ്രാക്ഷൻ ഫോം ആകുമ്പോൾ എങ്ങനെയാണ്? 1/4 ആണ്. അതായത് പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ്? 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ഇയാൾ എന്താണ്? ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണ് കള്ളത്തരം കാണിക്കുന്നതുകൊണ്ടെന്നാണ് ഈ റേഷ്യോ തിരിച്ചു വരും. 5:4 വരും. അപ്പോൾ ഇവിടെ 5ൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും 1 കിലോ അല്ലെങ്കിൽ 1000 ഗ്രാമാണ്. 4ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം 5 × 200 ചെയ്യുമ്പോഴാണ് എന്ത്? 1000 ഗ്രാം എന്ന് കിട്ടുന്നത്. അപ്പോൾ അതേ 200 തന്നെ ഇവിടെ ഇൻറ്റു ചെയ്തോളുക.
അപ്പോൾ എത്ര 8 2 0 800 ഗ്രാം എന്ന് വരും. അപ്പോൾ ഇയാളെന്താണ് 800 ഗ്രാമിൻ്റെ വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ 2. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു കാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 വർഷം കഴിയുമ്പം എത്രയാവുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 8,50,000 രൂപയാണ് കാറിൻ്റെ വാല്യൂ. ഇപ്പം അത് 10% വെച്ച് കുറയും. അപ്പോൾ 10% നമ്മൾ ഫ്രാക്ഷൻ ഫോം ആക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 1/10 ആണ് വരുന്നത്. അതായത് അതിനർത്ഥം എന്താ, 10 എന്നുള്ളത് 9 വർഷമാവും. 10 രൂപ എന്നുള്ളത് 9 രൂപയാവും എന്നാണ് ഒരു വർഷം കഴിയുമ്പം. അങ്ങനെ 4 തവണ കുറയും. ഈ 9 4 എങ്ങനെ, ഈ 1 കുറഞ്ഞിട്ടാണ്. 10 ഉണ്ടായിരുന്നു, ഈ 1 കുറഞ്ഞ് 9 ആയി. അപ്പം അങ്ങനെ വരുമ്പം എന്താണ്, ഇത് ആദ്യത്തെ വർഷം 10 എന്നുള്ളത് 9 ആവും. രണ്ടാമത്തെ വർഷം അത് തന്നെയാവും. മൂന്നാമത്തെ വർഷം അങ്ങനെ തന്നെ. അങ്ങനെ ഒരു വർഷം കൂടെ, 4ാമത്തെ വർഷം. അപ്പം ഇത് ഇത്രയും 0 വെട്ടിപ്പോയി. എന്താ 85 × 9 × 9 × 9 × 9 വരും. അപ്പം 85 × 81 × 81 വരും. അപ്പോൾ ഇവിടെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും എത്ര വരുന്നത്, 5 57 685 ആവും. 4 വർഷം കൊണ്ട് ഈ തുകയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാ, 557 685, ഓപ്ഷൻ 2. അപ്പോൾ എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇപ്പം ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഈ പുള്ളി 15% ഓഫ് ടോട്ടൽ ഇൻകം എവിടെയാണ്, റെൻറ്റിന് സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് 75% ഓഫ് റിമൈനിങ് പുള്ളി എവിടെയാണ്, അതർ എക്സ്പെൻസസ്. സ്റ്റിൽ ഹീ സേവ്സ് എന്ന് പറഞ്ഞാൽ 1700 രൂപ മന്ത്ലി സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ മന്ത്ലി ഇൻകം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ 15% എന്നുള്ളത് നമുക്ക് ഫ്രാക്ഷൻ ഫോം ആക്കാം. 15/100 എന്ന് എടുത്തുകൊള്ളുക. മുകളിൽ താഴെ 5 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്, 3/20 വരും. അപ്പോൾ എന്താണ് ഇതിനർത്ഥം, 20 രൂപ ഉണ്ടായിരുന്നതിൽ 3 അയാൾ റെൻറ്റിന് വേണ്ടി ചിലവാക്കി. അപ്പോൾ ബാക്കി ഉള്ളത് 17 ബാക്കിയുള്ളത്. അപ്പോൾ എത്രയാണ്, അപ്പം എത്ര രൂപയുടെ 17/20 എന്നെഴുതാൻ കാരണം എന്താ, കാരണം 3 രൂപ ചിലവാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് 17, 20 രൂപയിൽ ബാക്കിയുള്ളത് 17 രൂപയാണ്. അത് ഇൻറ്റു 75% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുന്നത് എന്ത് വരും, 3/4 എന്ന് വരും. അപ്പം 4-ൽ 3 രൂപയും ചിലവാക്കി. ബാക്കിയുള്ള എത്രയാണ്, 1 രൂപയാണ്. എത്രയിൽ, 4-ൽ. അപ്പം ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് തന്നേക്കുന്നത് 1700. എന്താണ്, നമുക്ക് സോൾവ് ഫോർ എക്സ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഉത്തരം കിട്ടും, ആളുടെ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. അപ്പോൾ ഇവിടെ 17 വെട്ടിപ്പോയി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 100 × 4 × 20 വരും. അപ്പം 8 കഴിഞ്ഞ് 3 0 വരും. ഇതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അതായത് പൊട്ടറ്റോയുടെ പ്രൈസ് 10% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാങ്ങുന്ന ആൾ എന്തോരമാണ് കൺസപ്ഷൻ കുറയ്ക്കേണ്ടത്. സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഓൺ പൊട്ടറ്റോ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് പൊട്ടറ്റോ വാങ്ങാനുള്ള ചിലവ്, അതായത് പൊട്ടറ്റോ വാങ്ങാൻ പോകുമ്പോൾ കടയിൽ കൊടുക്കുന്ന പൈസ റിമെയിൻ അൺചേഞ്ച്ഡ് ആവുകയും വേണം. ഇവിടെ 10% നമ്മൾ ഫ്രാക്ഷൻ ഫോം എഴുതുമ്പോൾ 1/10 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താ, ഇനിഷ്യൽ ഫൈനലായിട്ട് എടുത്താൽ മതി. ഇനി വേണ്ട, നമുക്ക് ഇവിടെ ഇത് ഇനിഷ്യൽ ഫൈനൽ, ഇത് പ്രൈസ് ക്വാണ്ടിറ്റി. പ്രൈസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ് 10 എന്നുള്ളത് 11 ആവും. 10 ഇനിഷ്യൽ ഉണ്ടായിരുന്നു, ഫൈനൽ 11 ആയി. അതേസമയം ക്വാണ്ടിറ്റി എന്താ സംഭവിക്കുന്നത്, ഇത് തന്നെ തിരിഞ്ഞു വരും. അതായത് ക്വാണ്ടിറ്റി 11 ഉണ്ടായിരുന്നു, അത് 10 ആയി. ഇത് ഇങ്ങനെ ചെയ്താലേ നോക്കിക്കേ, അതായത് ഫൈനൽ പ്രൈസ് ഈക്വൽ ആവത്തുള്ളൂ. അതായത് പുള്ളി പണ്ട് 110 രൂപയും കൊണ്ട് പോയെങ്കിൽ അയാൾക്ക് 11 കിലോ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ് 110 കൊണ്ട് പോയാൽ 10 കിലോയെ കിട്ടുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്, ഈ പ്രൈസ്
കൂടിയോണ്ടാണ്. പ്രൈസ് 10 എന്നുള്ളത് 11 ആയതുകൊണ്ടാണ്. പണ്ടും ഇപ്പോഴും അയാൾ 110 രൂപയും കൊണ്ടേ പോകുള്ളൂ. അപ്പം ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 110 വരും. ഇവിടെ ഇൻറ്റു ചെയ്താൽ എന്താണ്? ഇത് 110 വരും. അതാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരുന്നത്. സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഓൺ ദ പൊട്ടറ്റോ റിമൈൻസ് അൺചേഞ്ച്. ഈ 110 രൂപ അൺചേഞ്ചായി നിൽക്കുന്ന കാര്യമാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ കൺസപ്ഷനിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്ര? 1 കുറഞ്ഞു. എത്രയില്ല? 11. 1/11 കുറഞ്ഞു. 1/11 എന്ന് പറയുന്ന ഫ്രാക്ഷനിലാണ്. അപ്പം അത് പെർസെൻറ്റേജിലേക്ക് ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. 1/11 പെർസെൻറ്റേജ് വാല്യൂ എത്രയാണ്? 9.09 ആണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്യുമ്പോൾ എത്ര? 9.1 വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 11ാമത്തെ ക്വസ്റ്റ്യൻ 18, 24, 25 കൊണ്ട് പൂർണ്ണമായും ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ ആർക്ക സംഖ്യ അല്ല ചോദിച്ചേക്കുന്നത്. ആ സംഖ്യയുടെ മൊത്തം ഡിജിറ്റ്സിൻ്റെ സം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പം LCM ഓഫ് 18, 24, 25 എടുക്കണം. അപ്പോൾ 18ഉം 24ഉം കൂടെ 25ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം 18, 24 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 18ൽ എന്താ കുറവിരിക്കുന്നത്? ഇവിടെ 9 × 2 ആണ്. ഇവിടെ 3 × 8 ആണ്. അവിടെ അപ്പം 18, 24 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 18ൽ എന്താ കുറവ്? ഈ 9ൽ ഈ 3 കയറിപ്പോവും പൂർണ്ണമായിട്ടും. പിന്നെ ഈ 8നെ 4 × 2 എഴുതുമ്പോൾ ഈ 2 × 2 ഡിവിസിബിൾ ആവും. അതുപോലെ എന്താണ്? അപ്പോൾ ഒരു 4ൻ്റെ കുറവുണ്ട്. ആ 4 നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 25നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 25 5 × 5 എന്ന് എഴുതുന്നത്. ഇവിടെ 5 × 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 5ൻ്റെ ഒരു മൾട്ടിപ്പിളും ഇല്ല. അപ്പോൾ ആ 5 × 5 അതുപോലെ അവിടെ എഴുതണം. ഇതാണ് എന്ത്? ഇതിൻ്റെ മൊത്തത്തിൽ LCM വരുന്നത്. 9 × 2 × 4 × 5 × 5 ചെയ്യുമ്പോൾ 1800 വരും. ഇതാണ് ഇതിൻ്റെ LCM. ഈ 1800ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? ഈ പറയുന്ന 6 ഡിജിറ്റ് നമ്പർ, ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോവുക. ഈ 1800 എന്നുള്ളത് എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിളാണ്. അതെന്തുകൊണ്ടാണ്? 8 1 9. അപ്പം ഇതിൻ്റെ സമ്മിൻ്റെ തുക എന്ന് പറയുന്നത് എപ്പോഴും 9 വരും. അപ്പോൾ ഈ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 1800 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ആ നമ്പറിനെ പറ്റിയാണ് നമ്മളിവിടെ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ നമ്പർ 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും? ഒരു 9ൻ്റെ മൾട്ടിപ്പിളായിരിക്കും അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം ചെയ്യുമ്പോൾ വരുന്നത്. ഇവിടെ ഓപ്ഷനിൽ ഡിജിറ്റ്സിൻ്റെ സമ്മ് 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ് വരുന്നത്? 12 അല്ല, 10 അല്ല, 15 അല്ല, 9 മാത്രമേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ 4 9 കറക്റ്റ് ഉത്തരം. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഇപ്പം ഒരു 18 ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്താണ് ഇത് ഫുള്ള് ചെയ്ത് നോക്കേണ്ടതായിരുന്നു. അപ്പം ഒരു നമ്പർ മാത്രമേ 9ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്നല്ല, ഒരു പണിയെടുക്കാതെ കിട്ടി. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ? ആദ്യം നമുക്ക് ബ്രാക്കറ്റിനകത്ത് നിന്ന് പിടിക്കാം. അപ്പം 28 - 3 എന്ന് പറയുമ്പോൾ 25 വരും. 75 ഡിവൈഡഡ് ബൈ 25 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര? 3 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫുൾ ബ്രാക്കറ്റിന് പകരം നമുക്ക് എന്താണ്? 3 എന്ന് എഴുതാൻ പറ്റും. അതിനുശേഷം എന്താണ്? ഇവിടെ 1/3 ഓഫ് 15 എന്നാണ് കിടക്കുന്നത്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ്. പക്ഷേ ബോർഡ് മാസ് ഉപയോഗിക്കുമ്പോൾ ബ്രാക്കറ്റ് കഴിഞ്ഞ് പിന്നെ ഓഫിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പം ഇത് വെട്ടിപ്പോവും. 3 5s are 15 വരും. അപ്പം ഇത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്കവിടെ 5 കൊടുക്കാം. 5 ആയി. ഇത്രയും പാർട്ട് ചേർന്നാണ് 5 ആയത്. ഇനിയിപ്പോൾ പുറത്ത് കിടക്കുന്ന ഈ 5 ഇൻറ്റു ചെയ്ത് വിടാം. 5 - 3 + 1/2 ആണ് ചെയ്യേണ്ടത്. ഇത് 1/2 + 3 - 25 - 3 വരും. ഇവിടെ അപ്പോൾ 3യും 3യും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. ബാക്കി എന്താണ്? 1/2 - 25 വരും. LCM എടുക്കുമ്പോൾ എത്രയാണ്?
50 മൈനസ് 1/2 വരും. അപ്പം 49/2 എന്ന് വരും. അങ്ങനെയുള്ള ഇത് വരുമ്പം എത്രയാണ്? 1 മൈനസ് 50/2 വരും. അതായത് മൈനസ് 49/2 വരും. അതാണ് കറക്റ്റ് ആൻസർ, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നടുക്ക് വരുന്ന 10 എണ്ണത്തിന് നോക്കുമ്പോൾ നടുക്ക് വരുന്നതാണ് 3 × 5 3 × 6 ആണ്. അപ്പോൾ 15 18 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 15 18 കൂടെ കൂട്ടുമ്പോൾ 15 10 25 25 8 33 വരും. 33/2 ചെയ്താൽ മതി. അപ്പം 30ൻ്റെ പകുതി 15, 3ൻ്റെ പകുതി 1.5, അപ്പം 16.5 ഉത്തരം വരുന്നത്, ഓപ്ഷൻ ഫസ്റ്റ്. ഇവിടെ ഈ 3 × 5 3 × 6 നടുക്ക് വന്ന എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഇപ്പം 3യുടെ ടേബിൾ എടുക്കുവാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10. ഇവിടെ 3 6 9 12 15 18 21 24 27 30. ഇതാണെന്ത് 30ൻ്റെ ആദ്യത്തെ 10 മൾട്ടിപ്പിൾ. അല്ല 30ൻ്റെ അല്ല, 3ൻ്റെ ആദ്യത്തെ 10 മൾട്ടിപ്പിൾ. അപ്പം ഇതിൻ്റെ നടുക്ക് വരുന്നത് ഏതാണ്? ഇത് രണ്ടുമാണ് നടുക്ക് വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി, ആവറേജ് കിട്ടും. അതാണ് നമ്മളിവിടെ നേരിട്ട് ചെയ്തത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? A and B can complete a work in 18 days and 36 days. അവർ രണ്ടുപേരും കൂടെ എത്ര ദിവസത്തെ വർക്ക് ചെയ്തു? 8 ദിവസം വർക്ക് ചെയ്തു ഒന്നിച്ച്. അതിനുശേഷം എന്ത് പറ്റി? എ ആണെങ്കിൽ ജോലി ഇട്ടിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ ജോബ് എന്നാണ് ചെയ്യുന്നത്. ഇവിടെ എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? എ 18 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ബി അതേ ജോലി 36 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. കണ്ടുപിടിക്കാൻ പോകുന്നത് 18 × 2 = 36. അപ്പം LCM 36 വരുന്നത്. അപ്പം ഇവിടെ എഫിഷ്യൻസി 36/36 1. ഇവിടെ എഫിഷ്യൻസി എത്ര? 2 36/18 ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? 2. അതാണ് എഫിഷ്യൻസി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ 8 ദിവസം ഒന്നിച്ച് ജോലി ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം 2ഉം 1 കൂടെ കൂട്ടുമ്പോൾ എത്ര? 3 എഫിഷ്യൻസി വരും, 2 പേരും കൂടെ ജോലി ചെയ്യുമ്പോൾ. അങ്ങനെ 8 ദിവസം ജോലി ചെയ്തു. 24 ജോലി തീർന്നു കഴിഞ്ഞു. ഇനി ബാക്കി എത്രയാണ്? ഈ 12, ബാക്കിയുള്ള 12 വർക്ക് ഡിവൈഡഡ് ബൈ എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി 1 എന്ന് പറയുമ്പോൾ 12 ദിവസം എടുക്കും പണി തീരാൻ. അപ്പം ഓപ്ഷൻ 2 ആണ്, 12 ആണ് കറക്റ്റ് ആൻസർ. ഇനി ബാക്കി 36 × 24 പറയുമ്പോൾ ബാക്കി 12 ജോലിയേ ഉള്ളൂ. ഇവിടെ 24 ജോലി ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ജോലി ചെയ്തു. അതായത് 3 എഫിഷ്യൻസി അല്ലേ, എയും ബിയും കൂടെ നിന്ന്, അതായത് എയുടെ 2 എഫിഷ്യൻസി ബിയുടെ 1 എഫിഷ്യൻസിയും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ 8 ദിവസം ജോലി ചെയ്ത് 24 ജോലി കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 12 ജോലിയുണ്ട്. ഈ 12 ജോലി എന്താണ്? ബി തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 30 60 120 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എ ലെഫ്റ്റ് ദ വർക്ക് 10 days ബിഫോർ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. അതായത് 10 ദിവസം വർക്ക് തീരുന്നതിന് 10 ദിവസം മുമ്പ് എന്താണ് എ ജോലി ഇട്ടിട്ട് പോയി. അതുപോലെ ബി എത്ര ദിവസം മുമ്പ് ഇട്ടിട്ട് പോയി? ബി ലെഫ്റ്റ് 5 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ദ ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്? എ 30 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ബി അതേ ജോലി എത്ര ദിവസം കൊണ്ട്? 60 ദിവസം കൊണ്ടും. സി ആ ജോലി 120 ദിവസം കൊണ്ടും ചെയ്യും. ഇവിടെ ഇപ്പോൾ LCM എത്ര വരുന്നത്? ബിയുടെയും സിയുടെയും LCM 120 തന്നെയാണ് വരുന്നത്. എയുടെയും സിയുടെയും 120 തന്നെയാണ് വരുന്നത്. അപ്പം LCM ഇവിടെ എന്താ? 120 ആണ്. ടോട്ടൽ വർക്ക് 120 ആണ്. അപ്പം 120/30 ചെയ്യുമ്പം ഇവിടെ എഫിഷ്യൻസി 4, 120/60 ചെയ്യുമ്പം ഇവിടെ എഫിഷ്യൻസി 2,
120/120 കഴിയുമ്പോൾ ഇവിടെ എഫിഷ്യൻസി 1 വരും. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഓരോന്നോരോന്ന് എടുക്കാം. അതായത് എ എന്താ ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് സ്ഥലം വിട്ടു. അപ്പം ഇത് ഫുൾ ജോലിയാന്ന് ഓർത്തോളാം. അപ്പോൾ ഇവിടെ ജോലി തീരുന്ന സമയം ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് എ സ്ഥലം വിട്ടു. അതായത് ബിയും സിയുമാണ് അവസാനത്തെ 10 ദിവസം ജോലി ചെയ്തത്. അപ്പം ബി സിയും 10 ദിവസം ജോലി ചെയ്തു. അടുത്ത കണ്ടീഷൻ എന്താ, ബി 5 ദിവസം മുമ്പ് ജോലി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സി തന്നെയാണ് അവസാനത്തെ 5 ദിവസം പണിയെടുത്തത്. അപ്പോൾ സി തന്നെയാണ് അവസാനത്തെ 5 ദിവസം പണിയെടുത്തത്. സി × 5 വരും. അപ്പോൾ ബാക്കി ഇത്രയും ജോലി ആരാ എടുത്തത്? ഇത്രയും ജോലി എ പ്ലസ് ബി പ്ലസ് സി എടുത്തത്. ഇവിടെ ആദ്യം നമുക്ക് നോർമൽ രീതിയിൽ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ മൊത്തം വർക്ക് തീരാൻ x ദിവസം ഇടുന്നത് വിചാരിച്ചോളാം. നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്ത ദിവസം എടുത്ത് എഴുതാൻ പോവാണ്. അതായത് നമുക്കറിയാം എ എത്ര ദിവസം വർക്ക് ചെയ്തു. എയുടെ എഫിഷ്യൻസി 4ആണ്. 4 എഫിഷ്യൻസി വെച്ച് അയാൾ x മൈനസ് 10 ദിവസം ജോലി ചെയ്തു. പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്ര? ബിയുടെ എഫിഷ്യൻസി 2ആണ്. ആ 2 എഫിഷ്യൻസി വെച്ച് അയാൾ എത്ര ദിവസം ജോലി ചെയ്തു? വർക്ക് തീരുന്നതിന് 5 ദിവസമാണ് പിരിഞ്ഞു പോയത്. ഇപ്പോൾ ഇവിടെ x മൈനസ് 5 എന്ന് ഇട്ടോളുക. ഇനി സി എന്താണ്? സി മൊത്തം ദിവസം നിന്ന് പണി ചെയ്തു. സി × x എന്ന് പറയുന്നത് സി അല്ല. സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1ആണ്. അപ്പം 1 × x എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് വരും. അതെന്ന് പറയുന്നത് 120. ഇവിടെ ഇപ്പോൾ എന്താ, സോൾവ് ഫോർ x ചെയ്യുമ്പം നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ 4x വരും, -40 + 2x -10 + x എന്ന് പറയുന്നത് 120 വരും. അപ്പോൾ ഒരു സൈഡിൽ 7x വരും. ബാക്കി എന്താണ്? ബാക്കിയെല്ലാം അപ്പുറത്ത് പോകുമ്പം 120, 40, 160, 160, 10, 170 എന്ന് വരും. x = വരുമ്പം 170/7 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ മെത്തേഡ്. 170/7 എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു എളുപ്പവഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നോക്കാം. നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി എത്രയോ ദിവസം നിന്ന് വർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് എത്രയെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് എന്താണ്, ബി പ്ലസ് സി അറിയാം. എത്രയാണ്? അവസാനത്തെ 10 ദിവസം നിന്ന് ബി പ്ലസ് സി വർക്ക് ചെയ്തു. നമ്മൾ ആ എ ജോലി ഇട്ടിട്ട് പോകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. എന്താണ്, എയും കൂടെ ജോലി ചെയ്യിക്കുകയാണ്. അവസാനത്തെ 10 ദിവസം കൂടെ എയെ കൊണ്ട് ജോലി ചെയ്യിക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 10 ദിവസം എ ജോലി ചെയ്തു. എയുടെ എഫിഷ്യൻസി എത്രയാണ്? എയുടെ എഫിഷ്യൻസി 4. അപ്പം 4 × 10 ചെയ്യുമ്പം +40 വരും. ഇവിടെ +40 ജോലിയും കൂടെ കയറി വരും. അടുത്തത് ബി ആണ് ജോലി ഇട്ടിട്ട് പോകുന്നത്. അത് നമ്മൾ സമ്മതിക്കുന്നില്ല. അവസാനത്തെ 5 ദിവസം കൂടെ നമ്മൾ ബി പ്ലസ് സിനെ ജോലി ചെയ്യിക്കുകയാണ്. അപ്പം 5 ദിവസം ഉണ്ട്. ആ 5 ദിവസം ബിയിൽ നിന്ന് ജോലി ചെയ്തു. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 × അവസാനത്തെ 5 ദിവസം ചെയ്യുമ്പോൾ 10 വരും. +10 ചെയ്തോളാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ടോട്ടൽ വർക്ക് എന്നുള്ള എത്രയായി? 120, 170 വരും. ഇവിടെ 170 വരും. ഇതാണ് പുതിയ ടോട്ടൽ വർക്ക്. ഈ 170 ഇവരുടെ എല്ലാവരുടെയും കൂടെ എഫിഷ്യൻസി 4, 2, 1, 4, 2, 6, 1, 7 വരും. 170/7 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പം നേരിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അനിൽ എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ യാത്ര രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. 10 മണിയായപ്പോഴത്തേനും പുള്ളി ഹാഫ് ഡിസ്റ്റൻസ് യാത്ര ചെയ്ത് കഴിഞ്ഞു. 1 മണിയായപ്പോഴത്തേനും പുള്ളി എന്താണ് 4/5 ഓഫ് ഹിസ് ജേണി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി എന്നായി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പുള്ളി മൊത്തം യാത്ര ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ട് എടുക്കാം. അപ്പോൾ 10 മണിയായപ്പോൾ പുള്ളി ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. എത്ര? 10 മണിയായപ്പോൾ. 1 മണിയായപ്പോഴത്തേനും എന്താണ് 4/5 കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത്രയും ദൂരം റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു നമ്പർ വേണം. അതിന് നമുക്ക് എന്താ, ഈ 2ൻ്റെയും 5ൻ്റെയും LCM ആയിട്ട് എടുക്കാം. 2ൻ്റെയും 5ൻ്റെയും LCM എത്രയാണ്? നമുക്ക് 10 എടുക്കാം. അപ്പം ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 മണി വരെ അയാൾ എന്താണ് 5 കിലോമീറ്റർ യാത്ര ചെയ്ത്.
മണിയായപ്പോഴത്തേനും 10ൻ്റെ 4/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8ഉം ഇവിടെ ഓടി, 8 കിലോമീറ്റർ ഇവിടെ ഓടി കഴിഞ്ഞു. ബാക്കി 2 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇനി എന്താ, നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എടുക്കാം. അതായത് തുടങ്ങിയ സമയം തൊട്ട് 10 AM വരെ അയാൾ എത്രയാണ്? 5 യൂണിറ്റ് യാത്ര ചെയ്തു. ഇത് ഡിസ്റ്റൻസിൻ്റെ ഇതാട്ടോ, ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. 10 AM തൊട്ട് 1 AM വരെ പുള്ളി എത്ര യൂണിറ്റ് സഞ്ചരിച്ചു? 8 യൂണിറ്റ് സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, 8 യൂണിറ്റിൽ നിന്ന് 5 യൂണിറ്റ് കുറയ്ക്കണം. അപ്പം 3 യൂണിറ്റാണ് സഞ്ചരിച്ചത്. എന്തിനാണ് 5 കുറച്ചതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് എന്ത്, 8. ഇവിടെ തൊട്ട് ഇത്രയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ 8ൽ നിന്ന് 5 കുറയ്ക്കണം. അപ്പം 3 കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 5:3 ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ്, ടൈമിൻ്റെ റേഷ്യോ എടുക്കാൻ പറ്റും. ടൈമിൻ്റെ റേഷ്യോ എന്താണ്, ഇത് തന്നെ വരും. കാരണം എന്താണെന്നറിയോ? കാരണം സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്, അതായത് സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പം ഇവിടെ ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ടൈം എന്നുള്ള ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആവും. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ തന്നെ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 5:3 ആണ്. ടൈമിൻ്റെ റേഷ്യോയും 5:3 ആണ്. 10 തൊട്ട് 1 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 11, 12, 1, 3 മണിക്കൂറുണ്ട്. ആ 3 തന്നെയല്ലേ ഇവിടെ വന്നതെന്ന് നോക്കി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ 10 AM നിന്ന് 5 മണിക്കൂർ കുറച്ചാൽ മതി. അപ്പം 9, 8, 7, 6, 5 എന്ന് വരും. 5 മണിക്കാണ് പുള്ളി യാത്ര തുടങ്ങിയത്. അപ്പോൾ എന്താ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അർജുൻ റൈഡ് ഹിസ് ബൈക്ക് 10 കിലോമീറ്റർ ആൻ ആവറേജ് സ്പീഡ് ഓഫ് 30 km/h ആൻഡ് എഗെയിൻ ട്രാവൽസ് 14 കിലോമീറ്റർ വിത്ത് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 25 km/h. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് അപ്രോക്സിമേറ്റ്ലി ഫോർ ദ എൻറ്റയർ ട്രിപ്പ് എന്ന് ചോദിച്ചേക്കും. അപ്പോൾ നമുക്കിവിടെ അലിഗേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം. സ്പീഡ് വെച്ചാണ് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ 30 km/h, മറ്റേത് 25 km/h. അപ്പോൾ സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് വെച്ച് അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ ടൈമിൻ്റെ റേഷ്യോ ആണ് വരുന്നത്. കാരണം ഇവിടെ സ്പീഡ് എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററായിട്ട് ടൈമാണ് വരുന്നത്. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ ആണ് ഡിനോമിനേറ്ററായിട്ട് വരുന്നത്. അപ്പം ഇവിടെ എത്രയാണ്? 30 കിലോമീറ്റർ പോകാൻ, അല്ല 10 കിലോമീറ്റർ പോകാൻ 30 km/h എടുത്തു. അപ്പം ടൈം എത്രയാണ് വരുന്നത്? 10/30 എന്ന് പറയുമ്പോൾ 1/3 ആണ്. അതേസമയം ഇവിടെ എന്താണ് ടൈം വരുന്നത്? ഇവിടെ 14 km/h 14 കിലോമീറ്റർ 25 km/h പോയി. അപ്പോൾ 14/25 ഇവിടെ ടൈം വരുന്നത്. ഇവിടെ നമുക്ക് വേണ്ട ഈ നടുക്ക് വരുന്ന സാധനമാണ് നമുക്ക് വേണ്ട. അതാണ് ആവറേജ് സ്പീഡ് വരുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ എത്ര വരുന്നത്? ഈ 14 × 3 ചെയ്യുമ്പം ഇവിടെ 42 എന്ന് വരും. അപ്പോൾ ഇത് വെട്ടിയിട്ട് 42 എഴുതാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 25 × 1 ചെയ്യുമ്പം ഇവിടെ 25 വരും. ഇനി നടുക്കത്തെ സംഭവം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ? 30 × 25 + 25 × 42/25 42 കൂട്ടുമ്പോൾ 67 വരും. അപ്പോൾ മുകളിലത്തെ പാർട്ട് ചെയ്യുമ്പോൾ എത്ര? 1800 എന്ന് വരും. താഴത്തെ പാർട്ട് 67. 1800/67 ചെയ്യുമ്പോൾ 26.87 km/h എന്ന് വരും. അതാണ് ഇവിടെ നടുക്ക് വരുന്നത്, 26.87 km/h. അപ്പോൾ നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അരവിന്ദ് എന്ന് പറഞ്ഞൊരു പുള്ളി 5/4 times ഫാസ്റ്റസ്റ്റ് ഭാനു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു റേസിൽ ഈ അരവിന്ദ് ഗീവ്സ് എ ലീഡ് ഓഫ് 6
T meter to Bhanu. Find the distance from the starting point where both of them will meet. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഒരു റൈസ് എടുക്കുവാണെങ്കിൽ അരവിന്ദിന് സ്പീഡ് കൂടുതലുള്ളതുകൊണ്ട് ഭാനുവിനോട് പറയുകയാണ് നീ 60 മീറ്റർ മുമ്പിൽ പോയി നിന്ന് ഞാൻ 60 മീറ്റർ പുറകിൽ റേസ് തുടങ്ങിക്കോളാം പുള്ളിയോട് പറഞ്ഞു. അതായത് അരവിന്ദ് ഇവിടെ നിന്ന് തുടങ്ങുമ്പം ഭാനു എന്താണ് 60 മീറ്റർ മുമ്പിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേർ ബോത്ത് ഓഫ് ദം വിൽ മീറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എപ്പോഴാണ് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നു. ഒരു ഓടി തുടങ്ങുമ്പം ഇനി എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യുന്നതെന്ന്. അതിത്രേ ഉള്ളൂ. ഭാനു നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഭാനുവിൻ്റെ സ്പീഡ് കുറവാണ്. അപ്പം ആ ഒരു 60 മീറ്റർ അരവിന്ദ് അയാളുടെ സ്പീഡ് കൊണ്ട് ഓടി പിടിക്കും. എവിടെയോ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം ഡിസ്റ്റൻസ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ കണ്ടുപിടിക്കണം. അവിടെ അരവിന്ദിൻ്റെ ഭാനുവിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞത് 5:4 ആണ്. എന്താണ് ഇത്? സ്പീഡിൻ്റെ റേഷ്യോ ആണ്. നമുക്ക് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അതായത് സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ടൈം രണ്ടുപേരും ഓടുന്ന ടൈം ഒരേ സമയമാണ്. അപ്പം ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പീഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പം 5:4 തന്നെ എന്ത് വരും? ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ വരും. അതായത് ഇത്രയേ ഉള്ളൂ. എന്താണ് അരവിന്ദ് 5 കിലോമീറ്റർ ഓടുമ്പം ഭാനു 4 കിലോമീറ്റർ ഓടുന്നുള്ളൂ. കിലോമീറ്റർ ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എന്താണ് യൂണിറ്റാണ്. 5 യൂണിറ്റ് ഓടുമ്പോൾ ഭാനു 4 യൂണിറ്റ് ഓടുന്നുള്ളൂ. ഇവിടെ ഈ യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 5 യൂണിറ്റ് എന്നുള്ളത്. ശരിക്കും നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ മതി. 5 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്. ഈ ലീഡ് കൊടുത്തേക്കുന്ന 60, അതായത് ഈ ഒരു ലീഡ് കൊടുത്തേക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്. ആ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര, 60 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 300 മീറ്റർ വരും. അതായത് അരവിന്ദ് മൊത്തം എത്രയാണ്? 300 മീറ്റർ ഓടുന്നുണ്ട്. അതേസമയം ഭാനു എന്തേ ഓടുന്നുള്ളൂ? 240 മീറ്ററേ ഓടുന്നുള്ളൂ. ഇവിടെ ഈ 300ാമത്തെ മീറ്റർ വെച്ച് എന്താണ് ഇവർ രണ്ടുപേരുടെ മീറ്റ് ചെയ്യും. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 300. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ കോൺ ഓഫ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആൻഡ് ബേസ് റേഡിയസ് ഓഫ് 4 സെൻറ്റിമീറ്റർ is carved from a rectangular block of wood 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ദ വുഡ് വേസ്റ്റഡ് അപ്രോക്സിമേറ്റ്ലി എന്ന് ചോദിച്ചേക്കും. എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് വുഡ് വേസ്റ്റഡ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് ദ കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എത്രയാണ് വരുന്നത്? 8 × 6 × 4 വരുന്നത്. അത് മൈനസ് വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് എത്ര? 1/3 πr²h. അപ്പം 22/7 × 6 എത്രയാണ്? 4 × 4 ഒരു 4 കൂടി പോയി r²ഉള്ളൂ. അപ്പം 4 × 4 × h എത്ര? 8 വരും. ഇത് ഡിവൈഡഡ് ബൈ എത്രയാണ്? വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എത്രയാണ്? 8 × 6 × 4 വരും. ഇവിടെ 8 × 6 × 4 ചെയ്യുമ്പോൾ എത്രയാണ്? 192 വരും. മൈനസ് ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 134 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നമുക്ക് 134 എടുക്കാം. ഡിവൈഡഡ് ബൈ 192 വരും. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 30 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ എന്താണ്? ഓപ്ഷൻ 2 30 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ എന്താ? ഒരു മെറ്റലിൻ്റെ അയൺ ബോളുണ്ട്. അത് 21 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ റേഡിയസ്. അതിനെ ചെറിയ ബോൾസാക്കി റീകാസ്റ്റ് ചെയ്തു. എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ഉള്ള. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ഫെറിക്കൽ ബോൾസ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ വോളിയം രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം 4πr² ആണ് എന്ത്? 4πr³ ആണ് എന്ത്? സ്ഫിയറിൻ്റെ വോളിയം വരുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് സൈഡിലും വോളിയം ഈക്വൽ ആയിരിക്കും. അതായത് 4 × 22/7 ഇൻറ്റു R³ എത്രയാണ്, 21 × 21 × 21 എന്ന് പറയുന്നത് ഈക്വൽ ടു n ഇൻറ്റു ഈ n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്, അത് എത്രയും നമുക്കറിയത്തില്ല, ഈക്വൽ ടു എന്താണ് 4πr³ 22/7 ഇൻറ്റു എത്രയാണ്, ചെറിയ സ്പിയറിൻ്റെ ചെറിയ ബോളിൻ്റെ റേഡിയസ് എത്രയാണ്, 7 ആണ്, 7³ ആണ്. അതായത് വലിയ ബോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു n ടൈംസ് n എന്ന് പറഞ്ഞാൽ എത്രയോ എണ്ണമാണ്, എത്രയോ എണ്ണം ഇൻറ്റു ചെറിയ സ്പിയറിൻ്റെ വോളിയം. ഇവിടെ എന്താണ്, എല്ലാം വെട്ടിപ്പോവും, 4 4 വെട്ടിപ്പോവും, 22/7 22/7 വെട്ടിപ്പോവും. അതായത് ആൻസർ വരുന്നത് 21 × 21 × 21/7 × 7 × 7 വരും. ചെയ്യുമ്പോൾ എത്ര, 7 3s are 21, 7 3s are 21, 7 3s are 21. 3³ എന്ന് വരും. 3³ വാല്യൂ 27 ആണ്. അങ്ങനെ 27 സ്പിയർ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ വോളിയമുള്ള 27 സ്പിയർ ഈ വലിയ സ്പിയറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 27 ആണ് ആൻസർ. ഇവിടെ നിന്നാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് 3 ഫുള്ള് മാത്സ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.